രണ്ടുപേരും അവരുടെ വീടിനടുത്ത് വന്നു. ഈ സ്ഥലം കൃഷി ചെയ്യാൻ ഒത്ത സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കൃഷി ചെയ്യാം. കുംകും ആളിത്തിരി അസൂയക്കാരിയല്ലേ, അതുകൊണ്ട് അവൾ എന്തോ ചിന്തിച്ചു. ഇല്ല ഇല്ല, ഇത് നമ്മുടെ കൂടിനേക്കാൾ കുറച്ച് ദൂരെയാ. നീ ഒരു കാര്യം ചെയ്, എന്റെ കൂടിനടുത്ത് നീ കൃഷി തുടങ്ങിക്കോ. അപ്പൊ ഞാൻ അടുത്തിരുന്ന് അതും നന്നായി നോക്കും. ആഹാ, ഇത് നല്ല കാര്യം തന്നെ. രണ്ട് പക്ഷികളും വയലിൽ കഠിനമായി പ്രയത്നിച്ചു. അവർ പച്ചക്കടല കൃഷി തുടങ്ങി. ഇപ്പൊ വയലിൽ പച്ചക്കടലയും വന്നു. ഹേയ്, ഇത് കണ്ടോ നമ്മുടെ വിളവ് എത്ര നന്നായെന്ന്? ഇവിടെ നോക്ക്, പച്ചക്കടല നന്നായിട്ടുണ്ട്. നമ്മൾ ഇനി ഭക്ഷണത്തിന് അവിടെയും ഇവിടെയും പോകേണ്ട ആവശ്യമില്ല. പച്ചക്കടല ഉണങ്ങിയതും നമ്മൾ രണ്ടുപേരും പിരിച്ചെടുക്കാം. നീ പറയുന്നത് ശരിയാ, പച്ചക്കടല ഉണങ്ങിയതും നമുക്കത് വീതിച്ചെടുക്കാം. രണ്ട് പറവകൾ രാത്രിയായതും അവരുടെ കൂട്ടിൽ ഉറങ്ങാനായി പോയി. അപ്പൊ കുംകും ചിന്തിച്ചു, ഒരു പക്ഷേ ഇപ്പൊ വിളച്ചൽ ഭാഗിച്ചാൽ പകുതി പകുതിയായി എടുക്കണമല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ചിൽമിൽ വരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് പച്ചക്കടല എടുത്ത് എന്റെ കൂട്ടിൽ തന്നെ വെക്കാം. അതിങ്ങനെ ചിന്തിച്ച് അത് വയല് നോക്കി പോയി. പച്ചക്കടല പറിച്ചുകൊണ്ടുവന്ന് അത് അതിന്റെ കൂട്ടിൽ വെക്കാൻ തുടങ്ങി. രാത്രി മുഴുവനും അത് ഈ പണി ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പൊ കൂടിനുള്ളിൽ ഒരുപാട് പച്ചക്കടലകൾ ഉണ്ടായിരുന്നു.